ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷനെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ ഇലക്ഷനും പഴയ ചേട്ടൻ്റെ കാലത്തുള്ള ഇലക്ഷനും തമ്മിലുള്ള 2-3 അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നതിൽ നന്നായിരുന്നു. ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഷീനാണല്ലോ, വോട്ടിംഗ് മെഷീനാണല്ലോ, അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാം, അന്ന് കുറച്ച് സമയം എടുക്കും. പിന്നെ ഈ വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണം, നിർബന്ധമായിട്ട് വിനിയോഗിക്കേണ്ട ഒരു പരിപാടിയാണ്. നമ്മളാര് ഭരിക്കണം എന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവരുള്ളവരും വന്നിട്ട് ഈ വർഷം ഈ ഇലക്ഷനിൽ വന്നിട്ട് വോട്ട് ചെയ്യണമെന്നാണ് പ്രധാനമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ പണ്ടത്തെ ആൾക്കാരും വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരും തമ്മിലുള്ള ഇലക്ഷനോടുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ഇപ്പോൾ താല്പര്യം അതെങ്ങനെയാണ് ഇപ്പോൾ ചേട്ടൻ? ഇപ്പോൾ യൂത്തിന് രാഷ്ട്രീയത്തോട് താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. അവർ നമ്മളാര് ഭരിച്ചാൽ എന്താണെന്നുള്ളൊരു ഇതാണ്. നേരെ മറിച്ച് ഞങ്ങളുടെയൊക്കെ കാലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം സ്കൂൾ തൊട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ യൂത്തിന് വേറെ എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിന് കുറേ പിറകോട്ടാണ് യൂത്ത്. ഇപ്പോൾ ആര് വരണമെന്നാണ് ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഉള്ളിലൊരു ആഗ്രഹം, പൊതുവെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും? അല്ല, ഞാൻ കേരളത്തിൽ ഇത് പറയുകയാണെങ്കിൽ 3ാം വട്ടം LDF വരുന്നതാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം മുന്നേ ഞാൻ കണ്ട കാഴ്ചകളല്ല ഇപ്പോൾ. റോഡായാലും സ്കൂളുകളായാലും ആശുപത്രികളായാലും കുട്ടികളുടെ പാഠപുസ്തക പരിപാടി ആണെങ്കിലും ട്രഷറി ആണെങ്കിലും എല്ലാം കൊണ്ട് പെൻഷൻ തൊട്ട് എല്ലാം കൊണ്ട് ഭയങ്കര ചേഞ്ചില്ല. അപ്പോൾ അത്രയും 10 കൊല്ലത്തെ ചേഞ്ച് ഇന്ന് തുടർന്ന് ഇവർ തന്നെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ പോകുന്നുള്ളതാണ് എൻ്റെ ഇത്. ശരി ചേട്ടാ, താങ്ക് യു.